നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ കൊടകര പഞ്ചായത്തിൽ വാർഡ് 12 പേരാമ്പ്ര 309 നമ്പർ വീട്ടിൽ താമസിക്കുന്ന തെക്കേടത്ത് ചാത്തുമകൻ മാധവൻ ജോസഫ്. ഇദ്ദേഹം പേരാമ്പ്ര സെന്റ് ആന്റണീസ് ചർച്ച് ഇടവകാംഗമാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ മാധവൻ തലച്ചോറിൽ ട്യൂമർ വന്നതിനെ തുടർന്ന് ചികിത്സയിലാണ്. കൂടാതെ ഹൃദയത്തിനും അസുഖമുണ്ട്. രണ്ടിനും സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എല്ലാ മാസവും തുടർ ചികിത്സയ്ക്കായി 3000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. സാമ്പത്തികമായി ഇവർ വളരെ ബുദ്ധിമുട്ടിലാണ്. നമസ്കാരം, എൻ്റെ പേര് പ്രജിത്ത് എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടകര പഞ്ചായത്തിലെ 12-ാം വാർഡ് മെമ്പറാണ്. അപ്പം എൻ്റെ വാർഡിലെ പേരാമ്പ്ര പ്രദേശത്തുള്ള തെക്കേടത്ത് ഉഷ മാധവൻ എന്നുള്ള അവരുടെ കുടുംബം സാധാരണ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടുന്നുള്ള സഹായങ്ങൾ എല്ലാവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കുടുംബം രക്ഷപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധവൻ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ കൈയുടെ സ്വാധീനം കുറഞ്ഞതോടെ ആ തൊഴിൽ ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി വന്ന സാമ്പത്തികം പള്ളിയുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്താലാണ് കണ്ടെത്തിയത്. എൻ്റെ പേര് മാധവൻ, ഭാര്യയുടെ പേര് ഉഷ മാധവൻ, തെക്കേടത്ത് വീട്. 5-6 വർഷമായി ഉണ്ടാവും. രോഗം വന്നിങ്ങനെ പല ഡോക്ടർമാരെയും കണ്ട് പല ടെസ്റ്റും ചെയ്തു. അങ്ങനെ രോഗം പിടുത്തം കിട്ടാതെ സെൻറ്റ് ജെയിംസിലേക്ക് പോയി. സെൻറ്റ് ജെയിംസിൽ പോയിട്ട് മനോജ് ഡോക്ടറെ കണ്ടു. മനോജ് ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞു, ഗുളികയിൽ നിർത്താൻ പറ്റുമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പൈസ വരുന്നു വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, നിസ്സാര കാശാണെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പൈസ കൂടുതൽ വരും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ആൾക്കാരായിട്ട് ആലോചിച്ചു. എനിക്ക് 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്, 2 മരുമക്കളുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ പറഞ്ഞു പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാം. ഇതിപ്പോൾ പുറമ്പോക്കായതുകൊണ്ട് നമുക്കിത് ലോൺ എടുക്കാൻ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് നമുക്ക് പറ്റില്ല. പിന്നെ എല്ലാം നമ്മൾ ഇടവകയിൽ എല്ലാ വീടുകളും കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് കിട്ടിയ കാശുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ സുഖമായി. പിന്നെ ആൾക്ക് പിന്നെ ഹാർട്ടിൻ്റെ രോഗം വന്നു. അത് ബിനു ഡോക്ടറും മനോജ് ഡോക്ടറാണ് ഈ 2 കാര്യങ്ങൾ ചെയ്ത്, തലയിലത്തെയും ഹാർട്ടിൻ്റെയും. ഇതിപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു കാശ് കടം വന്നു ഞങ്ങൾക്ക്. അങ്ങനെ കടം വന്നു കഴിഞ്ഞപ്പോൾ കടം വിട്ടൊരു നിവൃത്തിയില്ല. പിന്നെ എനിക്കാണെങ്കിൽ പണിക്ക് പോകാൻ പറ്റില്ല. വണ്ടി ഇടിച്ചിട്ട് 8 വർഷമായി. ഈ കൈ പൊന്തില്ല, ഈ കൈ പൊന്തും. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നിനും പറ്റാണ്ടായി. കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റാണ്ടായി. ലാസ്റ്റ് നാട്ടിൽ മുഴുവൻ തണ്ടി എന്നിട്ട് കൊണ്ട് കിടന്നേ. 3 പ്രാവശ്യമായി പെര പൊളിച്ച് ഞാൻ ഇറങ്ങണേ. ഷുഗറായിട്ട് ആള് സൗണ്ടില്ല, ആൾക്ക് വായിന്ന് നോരും പതിയും വരാ. അങ്ങനെ ഇവിടെ കിടക്കും. വന്നിട്ട് കോടി വെച്ച് പെര പൊളിച്ച് താഴ്ത്തി കിടന്നിട്ടാണ് പഞ്ചസാര കരുകി കൊടുക്കുക ആൾക്ക്. എന്നിട്ട് കുറേശ്ശെ വയ്യ, ക്ഷീണം
മാറി കാണുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് ശാന്തിരിക്കുകയല്ല. ശാന്തിന് പിന്നെ ഭാസ്കർ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ 1,500 രൂപയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 10,500 രൂപ. ആരെകൊണ്ട് കൂടെ അവർക്ക് മുന്നിൽ ബില്ല് അടച്ചാലാണ് അവർ മരുന്ന് പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുക. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് ഒരു പണി ചെയ്യാൻ പോലും പറ്റാണ്ടായി. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. 2 വിവാഹം കഴിച്ചയച്ചു. ഇപ്പോൾ ഈ വീട്ടിൽ ഇവർ 2 മാത്രമായി താമസിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖം തുടങ്ങിയിട്ട് 6 കൊല്ലം കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4 വർഷവും. തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടായപ്പോഴാണ് ഇവർ ഗുഡ്നസ് ടിവിയുമായി ബന്ധപ്പെട്ടത്. ₹10 പോലും ഞങ്ങൾക്ക് വരുമാനമില്ലാത്ത ആൾക്കാരാ. പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ സഹായം പഞ്ചായത്തിനാണെങ്കിൽ ഒന്നുമില്ല. ഇത് കൊല്ലത്തിൽ ഒരു തവണ മഴ പെയ്ത് കഴിഞ്ഞാൽ ചോരും. ആ 8 വർഷമായി ഈ പേരൊന്നും മേഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പുതിയ പേരയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവ് തരാണെങ്കിൽ തരട്ടെ. പക്ഷെ വന്ന് കാണുമ്പോൾ ഇതിനൊരു കുഴപ്പമില്ല. പക്ഷെ മഴക്കാലമായി കഴിഞ്ഞാൽ ചോർന്ന് ഞങ്ങൾക്ക് ഒന്നിനും പറ്റില്ല. അതേമാതിരിയുള്ള കഷ്ടപ്പാടാ. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കള് 2 മക്കളാ, പെൺമക്കളാ. രോഗമില്ലാണ്ടിരുന്നാൽ മതി. അപ്പ ഞങ്ങൾക്ക് അത് മതി. 4 വർഷമായി പണിക്ക് പോയിട്ട് ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നെപ്പോലെ മക്കൾക്കും നിങ്ങൾ സഹായം ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന. എത്ര വർഷമായി നമ്മൾ പണിക്ക് ഞാൻ ഒരു കാരണവശാലും വെറുതെയിരിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് മാധവനെ ഒരു വണ്ടി ഇടിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കൈയുടെ സ്വാധീനം നഷ്ടപ്പെടലും മറ്റ് അസുഖങ്ങളുമൊക്കെ വന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിനുള്ള മാർഗം അടഞ്ഞത്. ഇന്ന് സുമനസ്സുകളുടെ സഹായത്തിനായി ഇവർ അപേക്ഷിക്കുകയാണ്. വാർദ്ധക്യത്തിൽ നിരാലംബരാകുന്നവരുടെ മാനസികാവസ്ഥയിൽ ഇവർ കഴിയുകയാണ്. എൻ്റെ പേര് ഉഷ. ഞാൻ അറ്റാക്കിന് 3 ഓപ്പറേഷൻ കഴിഞ്ഞതാ. തലയ്ക്കൊരു 4 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. തലയിൽ 2 മുഴയായിരുന്നു. അത് ഡോക്ടർമാർക്കൊക്കെ സംശയം ക്യാൻസറേ ആയിരുന്നു. സെൻറ്റ് ജെയിംസിൽ കൊണ്ടുപോയപ്പോൾ അശ്വൻ ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് പോകാനെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായില്ല. എന്നെ നോക്കാനും ചേട്ടനും നോക്കാനും ഞാനും മാത്രം ഉണ്ടായുള്ളൂ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു. ഒരാളും ഒന്നിനും സഹായിക്കാനും എടുക്കാനും ഉണ്ടായില്ല. ലാസ്റ്റ് എൻ്റെ ചേട്ടൻ ഈ അങ്ങാടിയൊക്കെ തെണ്ടി ഓപ്പറേഷത്തിന്, തലയ്ക്കുള്ള ഓപ്പറേഷത്തിന് 4,80,000 രൂപ വന്നു. നെഞ്ചിൻ്റെ ഓപ്പറേഷത്തിന് 6,80,000 രൂപ അത് വന്നു. അന്ന് എനിക്ക് ഇത്തിരി സ്വർണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി വിറ്റിട്ടാണ് നെഞ്ചിൻ്റെ ഓപ്പറേഷൻ കഴിച്ചത്. തലയുടെ ഓപ്പറേഷൻ വന്നപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടായില്ല. 2,80,000 രൂപയാണെന്ന് പറഞ്ഞു ഡോക്ടർ. 2,80,000 രൂപയ്ക്ക് കൊണ്ട് വിറ്റ് ഓപ്പറേഷൻ നടത്തി. അപ്പം ആ സമയത്താണ് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ വെള്ളം കയറിയിട്ട് അതിലകളക്കറം 3 പ്രാവശ്യമായി വീട്ടിൽ വെള്ളം കയറിയിട്ട് അകത്തും പുറത്തും. കക്കൂസിക്കൊന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി. കക്കൂസിലൊക്കെ പോവാൻ പള്ളിയിൽ പോയിട്ട് കക്കൂസിക്ക് പോയിരുന്നേ. അത്രയും ബുദ്ധിമുട്ടായി ഞാനും എൻ്റെ ചേട്ടനും അനുഭവിച്ചു. കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവർക്കും എനിക്ക് എല്ലാ മാസം 3,000 രൂപയോളം മരുന്ന് മേടിക്കണം. അതിന് എനിക്ക് യാതൊരു നിവൃത്തിയും ഇല്ല. എൻ്റെ ഭർത്താവിനും സുഖമില്ലാത്ത ഒരാളാ.
അതിൻ്റെ പേരിലാണ് എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ നല്ല മനസ്സ് നോക്കിയിട്ട് എനിക്ക് ഈ മരുന്നിനുള്ള കാശ് അയച്ചു തരണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ദൈവമക്കളെ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നൊരു എളിയ സഹായം ഈ മകന് തരണം. ഈ മകന് ജീവിത പങ്കാളിക്ക് മരുന്ന് മേടിക്കാനും ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് തരാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ സമക്ഷം ഇവർ തങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു. ദൈവകാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നിങ്ങളുടെ പുണ്യപ്രവർത്തികളിൽ ഇവരെ കൂടെ സ്മരിക്കണം എന്ന് ഇവർ അപേക്ഷിക്കുകയാണ്. ഇവരുടെ പ്രതീക്ഷകൾ സാർത്ഥകമാക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ സസ്നേഹം, ശബരി. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആൻ്റണി എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായനിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ശ്രീ ആൻ്റണി തന്നെയാണ്. അദ്ദേഹത്തിന് 2021 മുതൽ കിഡ്നി സംബന്ധമായ അസുഖം പിടിപെടുകയും അദ്ദേഹം ചികിത്സയിലുമാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ഡയാലിസിസ് നടത്തണം. ആലപ്പുഴ വണ്ടാനത്തുള്ള മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഡയാലിസിസ് നടത്തുന്നതെങ്കിലും അതിനും വളരെ ചിലവൊക്കെയുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. 3 വർഷമായിട്ട് ആ ജോലിക്ക് പോകുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമാണുള്ളത്. അതിലൊരാൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരാൾ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഗുഡ്നസ് ടി വി ശ്രീ ആൻ്റണിയെക്കുറിച്ച് അറിയുന്നതിനും അദ്ദേഹത്തിൻ്റെ കാര്യം ഗുഡ്നസ് ടി വിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും ഇടയായത്. അപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് 1,68,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. ഈ സമാഹരിച്ച ഈ 1,68,000 രൂപ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഗുഡ്നസ് ടി വിയുടെ നല്ല പ്രേക്ഷകരുടെ പേരിൽ ഞാനിപ്പോൾ ശ്രീ ആൻ്റണിക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ വലിയ സംഭാവനകൾ മൂലമാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ശ്രീ ആൻ്റണിയുടെ ചികിത്സാ ചിലവിലേക്ക് നമുക്ക് കൊടുക്കുന്നതിനും സാധിച്ചത്. നമുക്കറിയാം, ഇത് 1-2 പേരുടെ സംഭാവനയല്ല, ധാരാളം പേരുടെ സംഭാവനയാണ്. ഗുഡ്നസ് ടി വിയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് സംഭാവന ചെയ്യുന്നവർ വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. അവർ പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കാറുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, 50 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ അയച്ചു തന്നാൽ സ്വീകരിക്കുമോ എന്ന് വളരെ മടിയോടുകൂടി ചോദിക്കുന്ന ആളുകളെ എനിക്ക് കാണാനായിട്ടിടയായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചാണ് നമുക്ക് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൈമാറുന്നതിനും സാധിക്കുന്നത്.
നിങ്ങളെല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ ചെറിയ ത്യാഗങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട് നൽകട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും വിജയവും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നമുക്ക് ഈ ആൻ്റണി എന്ന സഹോദരനെ പ്രത്യേകമായിട്ട് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും രോഗസൗഖ്യത്തിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു തുക ചികിത്സാ ചിലവിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമാകുന്നതുവരെ അദ്ദേഹത്തിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടും ഒന്നുമില്ലല്ലോ. ഏത് രോഗത്തെയും ഏത് മോശമായ അവസ്ഥയെയും മാറ്റുന്നതിന് ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ആന്റണിയെ സമർപ്പിക്കാം. അദ്ദേഹത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഇനിയും ഓർക്കണമെന്ന് പ്രത്യേകമായിട്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തട്ടെ. നന്ദി. എൻ്റെ പേര് ആൻ്റണി. എൻ്റെ ചികിത്സയ്ക്ക് സാമ്പത്തികമായി സഹായിച്ച എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്നും എന്നെ ഓർക്കണേ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഓർത്തുകൊള്ളാം.